ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനങ്ക ഹാപ്പി യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് ബ്രഹ്മനിലേക്ക് പോവാണ്. ഞാനിന്ന് ബ്രഹ്മനിലേക്ക് പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ലിപ്പിൽ എഴുതിയിട്ട് ഒരു പ്രത്യേകത അല്ലേ, ഡിസ്ട്രാക്റ്റ് ആണ്. സോ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി എൻ്റെ കൂടെ കൊണ്ടുപോകാം. സോ നമ്മളിന്ന് രൂപിക്കയിൽ നിന്ന് ബ്രഹ്മനിലേക്ക് പോവാം. എനിക്ക് കോളേജിൻ്റെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ആയിട്ടാണ് പോകണത്. പക്ഷെ ഇന്ന് സൺഡേ ആണ്. സോ ഞാനിന്ന് എൻ്റെ അപ്പാപ്പൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് നാളെ കോളേജിൽ പോവും, മറ്റന്നാൾ കോളേജിൽ പോവും. സോ ഐ വിൽ ഷോ ഹൗ വി യൂഷ്വലി ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇൻ ജർമ്മനി. ട്രെയിൻ തന്നെ, ബട്ട് ട്രെയിനും അവർ സെറ്റപ്പും അവർ ഓട്ടോ വലിച്ചിലും. ഇന്നെനിക്കൊരു പെട്ടിയും കൊണ്ടുപോകാണ്ട് ഞാൻ പയ്യെ ബ്രഹ്മനിലേക്ക് മാറാണ്. അപ്പം ഒക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകണില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോകേണ്ട എൻ്റെ പെടലൊടിഞ്ഞ് കിടപ്പായിരുന്നു. സോ കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എൻ്റെ ഒരു പെട്ടി കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ബാക്കി ഞാൻ ഇന്നിപ്പോൾ കൊണ്ടുപോകണം. സോ വെൽക്കം ബാക്ക് ടു അനക വിപി യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു മൈ അനദർ വീഡിയോ. തൊപ്പിയൊക്കെ വെച്ച് നമ്മൾ ഇറങ്ങാൻ പോവാണ്. തൊപ്പി മുഖ്യം വെക്കില്ലേ, ഭയങ്കര വെയിലിവിടെ. ഞാൻ പറഞ്ഞോട്ട് കത്ത വെയിലായിരിക്കും. ഞാൻ കാണിച്ചു തരാം. നല്ല പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഭയങ്കര ഡ്രസ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ് ഇത്. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഭയങ്കര ആൾക്കാർ കുറവ്. ഇതിനകത്ത് ഒരു ബസ് ഇപ്പം ഉണ്ട്. അപ്പം അതിന് പോകണമെങ്കിൽ ഇവിടങ്ങളില് ബസ് സ്റ്റാൻഡുകളെ ഇസഡോബി എന്ന് പറയുന്ന HBFന് ട്രെയിൻ സ്റ്റേഷൻ, അല്ലെങ്കിൽ ബാനോഫിനുള്ള ട്രെയിൻ സ്റ്റേഷൻ, HBF എന്ന മെയിൻ ട്രെയിൻ സ്റ്റേഷൻ. നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ ഒരു ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡൊക്കെ ഇല്ല, അതുപോലെ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് സെറ്റപ്പ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ സെറ്റപ്പാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇവിടുത്തെ ബാനോഫും, അതുകൊണ്ട് സുഖം. അതായത് HBF. ഇവിടെ വന്ന് ബസ് ഇറങ്ങി ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ കിട്ടും. അപ്പോൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബസ്സും കിട്ടും. അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ വെച്ചേക്കണം. അത് അടിപൊളിയാണ്. ഇവിടെ പൊതുവെ എല്ലാവരും ഈ സിഗ്നലിന് ഭയങ്കരമായിട്ട് മാനിക്കുന്നുണ്ട്. ഗ്രീൻ സിഗ്നലായാലും ക്രോസ് ചെയ്യാം, റെഡ് സിഗ്നലാണെങ്കിൽ ഐ തിങ്ക് നാട്ടിൽ വെച്ചും ദാറ്റ് ഈസ് ബെറ്റർ. ആൻഡ് ഇതാണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ സ്റ്റേഷൻ, അതായത് HBF. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 7 തന്നെ. സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് വെള്ളം വാങ്ങിക്കണമായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ പോവാം. ഇവിടെ ലിഫ്റ്റ് ഉണ്ടാവും എല്ലായിടത്തും. സോ പെട്ടി പിടിച്ച് ഇറക്കാൻ ഇച്ചിരി പണിയുണ്ട്. എനിക്ക് തൽക്കാലം ലിഫ്റ്റ് തന്നെ പോകാൻ. ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. ട്രെയിൻ ഇവിടെ ഒന്നും സീറ്റ് കാണുന്നില്ല. സോ നമുക്ക് ഫ്രണ്ടിൽ പോയി നോക്കാം. ഹംബർഗിലേക്കുള്ള ട്രെയിനാണെന്ന് അവിടെ പറയണേ കേട്ടു. ഇടയ്ക്കിടയ്ക്ക് ഈ വണ്ടികളെ പോണ സ്റ്റേഷൻ ഏതാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും. അതേ കണ്ടാ ഇങ്ങനെ എന്താണ്ട് നോക്കാം. അപ്പം നമ്മൾ കൺഫ്യൂഷനാവും. ഈ ട്രെയിൻ അത്യാവശ്യം നല്ല ട്രെയിനാണ്.
അതായത് ലൂബിക്കിന്ന് ഹംബർഗർ ഉണ്ടായി. ഞാൻ വെച്ച് സീറ്റ് കിട്ടില്ലായിരിക്കും, ദൈവഭാഗ്യത്തിന് ഒരെണ്ണം കിട്ടി. എൻ്റെ അപ്പുറത്തേക്ക് ഫസ്റ്റ് ക്ലാസ്സാണ്. ഇതാകുമ്പോൾ നമുക്ക് നല്ല സീറ്റും നല്ല സൗകര്യമൊക്കെ ഉണ്ട്. പ്ലസ് നമുക്ക് നമ്മുടെ ഡോയിഷ്ലാൻഡ് ടിക്കറ്റ് വെച്ചിട്ട് എല്ലായിടത്തും ട്രാവൽ ചെയ്യാം. പക്ഷെ ഫസ്റ്റ് ക്ലാസ്സിൽ ഐ തിങ്ക് വേറെ വേണം. ഇതിനിവിടെ നല്ല തിരക്കുണ്ട്, പറഞ്ഞാൽ ഒടുക്കാത്ത തിരക്ക്. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു വിധത്തിലാണ് ഞങ്ങൾ തിരിച്ചത്. പുറത്ത് ഇത് മറ്റേ ഹംബർഗ് HBF ആണ് കേട്ടോ. ഇവിടെ ഒരു മിക്ക ട്രെയിനുകളും തന്നെ ഇതൊരു വലിയ സ്റ്റേഷനാണ്. ഇവിടെയാണ് മറ്റേ അന്ന് കത്തിക്കുത്തൊക്കെ കിടന്നില്ലേ, അതിവിടെയായിരുന്നു. തിരക്കുണ്ടോ? ഓ, ഇത് അങ്ങനെയൊക്കെ വണ്ടിയായിരുന്നു. അവിടെന്ന് തോന്നണം കേട്ടോ. കണ്ടാറ് സീറ്റ് കിട്ടുമോ? ഇത് ഹാങ് ഓവറാന്ന് തോന്നുന്നു. കുറേ ആൾക്കാരുണ്ട്. നമ്മൾ AC എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബോർഡ് നോക്കണം. കാണിച്ചാൽ പോയി നോക്കിയിട്ടില്ല. പക്ഷെ കണ്ടോട് ബി കണ്ടോ? ഇവിടെ ആരുമില്ല എൻ്റെ സ്റ്റോപ്പിൽ എന്നിട്ടാ. അവിടെ കളി എടുക്കണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കാൻ വരും. അത് എടുക്കണ്ടെന്ന് തോന്നുന്നു. ഇനി പെട്ടി വെച്ചിട്ട് ഞങ്ങൾ പുറത്തു പോകും ഫുഡ് കഴിക്കാൻ. കൂടി ഇനി കുറച്ച് നടക്കാണ്ട്. നല്ല വെയിൽ. ഇവിടുത്തെ വെയിൽ ഭയങ്കര വൃത്തികെട്ട വെയിലാണ്. അതായത് ഒരു വല്ലാത്ത തരം ചൂട്. നമ്മുടെ നാട്ടിലൊക്കെ വെയിലത്തിറക്കി കഴിഞ്ഞാൽ വേർക്കല്ലേ. ഇതിങ്ങനെ വെയിലത്തുനിന്ന് വേർക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും ഭയങ്കരമായിട്ട്. ഒരു ജാതി ക്ലൈമറ്റ്. എന്തായാലും ശരി എന്നാ. അപ്പൊ വ്ളോഗ് ഇത്രയുള്ളൂ. ബൈ 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 ബൈ.